ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ടോപ്പ് 5 ഗൂസ്ബംപ് മൊമെന്റ്സ് ഇൻ നറൂട്ടോ സീരീസിന്റെ തേർഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കുറച്ച് താമസിച്ച് തേർഡ് പാർട്ട് ഇട്ടാൽ മതി എന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയിരുന്നത്. പിന്നെ നിങ്ങളുടെ തുടർന്നുള്ള നിർബന്ധം മൂലമാണ് അങ്ങനെ നമ്മൾ ഫൈനലി തേർഡ് പാർട്ടുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങളിൽ ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് കാണാത്തവരായിട്ട് ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ബിക്കോസ് ആ രണ്ട് പാർട്ടുകളിലായിട്ടാണ് നമ്മൾ നറൂട്ടോ ക്ലാസിക്കിലെ മേജർ ഗൂസ്ബംപ് മൊമെന്റ്സ് എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഈ തേർഡ് പാർട്ട് മുതൽ ഇനി വരാൻ പോകുന്ന പാർട്ടുകളിലെല്ലാം തന്നെ നമ്മൾ നറൂട്ടോ ഷിപ്ഡനിലെ ഗൂസ്ബംപ് മൊമെന്റ്സ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ആ കാരണം കൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ തേർഡ് പാർട്ട് കാണുക. അല്ലാതെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് നറൂട്ടോ ക്ലാസിക്കിലെ ഗൂസ്ബംപ് മൊമെന്റ്സ് ആണ് വേണ്ടതെങ്കിൽ ആ രണ്ട് പാർട്ട് കാണുക. ബിക്കോസ് ഇനി നമ്മൾ ഇടാൻ പോകുന്ന എല്ലാ പാർട്ടുകളും നറൂട്ടോ ഷിപ്ഡനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. മിക്കവാറും ഒരു 2-3 പാർട്ടെങ്കിലും ഷിപ്ഡനിലെ ഗൂസ്ബംപ് മൊമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം വരുമെന്ന് തോന്നുന്നു. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ലോഡ് ഗൂസ്ബംപ് മൊമെന്റ്സ് ആണ് ഷിപ്ഡനിലുള്ളത്. സോ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി 1-2 പാർട്ടൊന്നും മതിയാവില്ല. സോ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ട്രൈ ചെയ്യാം. ബട്ട് അതിന് പകരമായി എനിക്ക് നിങ്ങൾ തരേണ്ടത് വെറും സപ്പോർട്ട് മാത്രമാണ്. ബിക്കോസ് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തന്നാൽ മാത്രമേ നമുക്ക് ഈ യൂട്യൂബ് ജേർണി കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. സോ അത് നിങ്ങൾ എനിക്ക് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അധികം സംസാരിച്ച് വെറുപ്പിച്ച് സമയമൊന്നും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. നമ്മുടെ നറൂട്ടോ സീരീസിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഹെയ്റ്റഡ് ക്യാരക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് ഉറപ്പായും നമ്മുടെ സാക്കുറ ചേച്ചി തന്നെ ആയിരിക്കും. അതിൽ നമുക്ക് ആർക്കും തന്നെ യാതൊരു സംശയവും ഇല്ല, അല്ലേ? ബട്ട് ഈ ഒരു സ്പെസിഫിക് സീനിൽ നമ്മുടെ സാക്കുറയെ കണ്ട് രോമാഞ്ചം അടിക്കാത്ത ആളെ ഇല്ലെന്ന് വേണം പറയാൻ, ഇൻക്ലൂഡിങ് സാക്കുറ ഹെയ്റ്റേഴ്സ് ഉൾപ്പെടെ. അതാണ് നമ്മുടെ സാക്കുറ വേഴ്സസ് സസോറി ഫൈറ്റ്. നറൂട്ടോ ലീഫ് വില്ലേജ് വിട്ട് പോയതിനു ശേഷമുള്ള 2.5 വർഷ കാലയളവിൽ നമ്മുടെ അക്കാട്സ്കി ടീം ടെയിൽ ബീസ്റ്റ് ജിൻജുരിക്കീസിനെ കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ആൻഡ് അതിലെ വെരി ഫസ്റ്റ് ജിൻജുരിക്കി ആയിട്ട് നമ്മുടെ സാൻ വില്ലേജിലെ കറന്റ് കാസെക്കാഗെ ആയിട്ടുള്ള ഗാരയെ തന്നെ അക്കാട്സ്കി മെമ്പേഴ്സ് ആയ ദെയ്ദാരയും സസോരിയും കൂടി ഗാരയുടെ ഏരിയയിൽ തന്നെ കയറി ഗാരയെ തന്നെ അടിച്ചു തൂക്കി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരും. സോ ഈ ഒരു വിവരം സാൻ വില്ലേജ് അവരുടെ അലയൻസ് ആയ ലീഫ് വില്ലേജിനെ അറിയിക്കുകയാണ്. സോ അത് പ്രകാരം നമ്മുടെ നറൂട്ടോയും ടീമും ഗാരയെ രക്ഷിക്കാനായി പുറപ്പെടും. സോ അങ്ങനെ ഒടുക്കം അവർ തമ്മിൽ കണ്ടുമുട്ടുകയും ഫൈറ്റ് നടക്കുകയും ചെയ്യും. അപ്പോഴാണ് നമ്മുടെ സാക്കുറ വേഴ്സസ് സസോരി ഫൈറ്റ് നടക്കുന്നത്. ഒരു സൈഡിൽ നമ്മുടെ കക്കാഷിയും നറൂട്ടോയും കൂടി ദെയ്ദാരയെ ചേസ് ചെയ്തു പോകും. ആൻഡ് അതേസമയം മറ്റൊരു സൈഡിൽ നമ്മുടെ സാക്കുറയും ചിയോ ഗ്രാൻമയും കൂടി സസോരിയെ തന്നെ എതിർത്ത് നിൽക്കുകയാണ്. സോ നമ്മുടെ സസോരിയെ കുറിച്ച് പറയുവാണെങ്കിൽ അവൻ ഒരു അക്കാട്സ്കി മെമ്പർ എന്നതിനേക്കാളും മറ്റേതൊരാളെക്കാളും ഭയങ്കര ഇന്റലിജന്റ് ആയ ഒരു വ്യക്തിയാണ്. അവന് ചുറ്റും എപ്പോഴും ധാരാളം ട്രാപ്സ് ഉണ്ടായിരിക്കും. അവന്റെ അടുത്ത് ചെല്ലണമെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല വേണ്ടത്, ആവശ്യത്തിൽ കൂടുതൽ മെന്റൽ സ്ട്രെങ്തും ഇന്റലിജൻസും വേണം. ഒരു പ്രോപ്പർ പ്ലാനിങ്ങും ഇല്ലാതെ സസോരിയുടെ അടുത്തേക്ക് എങ്ങാനും ചെല്ലുവാണെങ്കിൽ കൺഫേം ആയിട്ടും ഡെത്ത് ആയിരിക്കും. കാരണം അവന്റെ പപ്പറ്റ്സ് എല്ലാം തന്നെ വിഷത്താൽ നിറഞ്ഞതാണ്. അതുകൂടാതെ അവന്റെ അറ്റാക്സ് എല്ലാം തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡുമാണ്. അങ്ങനെയൊന്നും ഈസി ആയിട്ട് സസോരിയുടെ അറ്റാക്സിനെ ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അവനെ പോലെ തന്നെ ഒരു പപ്പറ്റ് മാസ്റ്റർ ആയ കൊങ്ക്രുവിന് തന്നെ സസോരിയുടെ അറ്റാക്സിനെ പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കില്ല. അവന്റെ അറ്റാക്സിനെ ഡിഫെൻഡ് ചെയ്യാനും സാധിക്കില്ല. കോങ്ക്രുവിന്റെ ബോഡിയിൽ പോയിസൺ ഇൻഫെക്ട് ചെയ്ത് ഒരു നിമിഷത്തേക്ക് മരണത്തെ തന്നെ സസോരി കോങ്ക്രുവിന് കാണിച്ചു കൊടുക്കും. സോ അത്രമാത്രം ഡേഞ്ചറസ് ആൻഡ് ഇന്റലിജന്റ് ആയ ഒരുത്തനെയാണ് നമ്മുടെ സാക്കുറ ഇപ്പോൾ എതിർത്ത് നിൽക്കുന്നത്. ബട്ട് എന്നിട്ടും അത്രയും ഡേഞ്ചറസ് ആയ ഒരുത്തന്റെ അറ്റാക്സിനെ വെറും 2-3 മൂവ്സിൽ തന്നെ അവന്റെ എൻടയർ ടാക്ടിക്സും നമ്മുടെ സാക്കുറ പ്രെഡിക്റ്റ് ചെയ്യും. അവൻ ഇങ്ങനെയായിരിക്കും അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്, അത് ഇങ്ങനെ വേണം ഡിഫെൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഒരു നിമിഷത്തേക്ക് സസോരിയെ തന്നെ സാക്കുറ ഭയപ്പെടുത്തും. സോ എത്രയൊക്കെ ചിയോ ഗ്രാൻമയുടെ ഹെൽപ്പ് ഉള്ളത് കൊണ്ടാണ് സാക്കുറ സസോരിയെ ഡിഫീറ്റ് ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞാലും അവിടെ സാക്കുറയുടെ പ്രോപ്പർ പ്ലാനിങ്ങും എക്സിക്യൂഷനും മാത്രം ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് അവിടെ സാക്കുറ ആൻഡ് ചിയോ ഗ്രാൻമ 2 പേർക്കും സസോരി അവിടെ തന്നെ കല്ലറ പണിഞ്ഞേനെ. ബട്ട് നമ്മുടെ സാക്കുറ അവളുടെ ഇന്റലിജൻസിനെ യൂസ് ചെയ്ത് സസോരിയുടെ എല്ലാ അറ്റാക്സിനെയും മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്ത് അവന്റെ എല്ലാ പപ്പറ്റ്സിനെയും എടുത്തിട്ട് ഇടിച്ച് എച്ചിലാക്കിയ ശേഷം ഫൈനലി സസോരിയുടെ ഒട്ടുമൊത്ത പപ്പറ്റ് ഹിഡൌട്ടിനെ തന്നെ ചെതറിക്കും. സാക്കുറയുടെ ഈ ഒരു പ്ലാനിങ്
ടൈമിങ്ങും അവളുടെ അറ്റാക്സും കണ്ട് ചിയോ ഗ്രാൻഡ്മ വാ പൊളന്ന് നിൽക്കും. നോട്ട് ഓൺലി ചിയോ ഗ്രാൻഡ്മ, ഒപ്പോണന്റ് ആയ സാസോരി തന്നെ സാക്കുറയെ കണ്ട് വാ പൊളന്ന് നിൽക്കും. ഇവളൊരു സാധാരണ ചെറിയ പെണ്ണാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവൾക്കുള്ളിൽ ഇത്രയധികം ശക്തി ഉണ്ടായിരുന്നോ? ഇവളെ കുറച്ച് കണ്ടത് എന്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സസോരി ഷോക്കായി നിൽക്കും. നമ്മുടെ സാക്കുറ എത്രയൊക്കെ സസോരിയെ ഭയങ്കര തീവ്രമായി അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞാലും സസോരിയുടെ വെറും ഒരൊറ്റ അറ്റാക്ക് സാക്കുറയ്ക്ക് കൊണ്ടാൽ പോലും അവൾ മരിക്കുമെന്ന കാര്യം ഓൾമോസ്റ്റ് 80% ഉറപ്പാണ്. ബിക്കോസ് സസോരിയുടെ എല്ലാ പപ്പറ്റ്സിലും അതിനുള്ളിലുള്ള എല്ലാ നീഡിൽസിലും ഹെവി പോയിസൺസ് ആണുള്ളത്. എന്നിട്ട് പോലും നമ്മുടെ സാക്കുറ സസോരിയെ എടുത്തിട്ട് അലക്കും. ബട്ട് അപ്പോ തന്നെ ഇതൊന്നും അല്ലടാ മോനെ രോമാഞ്ചം എന്താന്ന് ഞാൻ കാണിച്ചു തരാന്നും പറഞ്ഞ് അപ്പോ ഒരു സീൻ വരും. സാക്കുറ അവിടുന്ന് ചാടി സസോരിയുടെ എല്ലാ പപ്പറ്റ്സിനെയും എടുത്തിട്ട് അടിച്ച് ഞുറുക്കിയിട്ട് ഫൈനലി സസോരിയുമായി സാക്കുറ ഡയറക്റ്റ് ആയി ഫേസ് ഓഫ് ചെയ്യും. അപ്പോ അവനെ ഒരു കയറിട്ട് കെട്ടി വലിച്ചാഞ്ഞൊരു ചവിട്ട് അവന്റെ നെഞ്ചാങ്കൂട്ടിന് തന്നെ സാക്കുറ കൊടുക്കും. ആ ഒരു ചവിട്ടിന്റെ ഫോഴ്സില് സസോരിയുടെ മൊത്ത പപ്പറ്റ് ബോഡിയും ചെതറിപ്പോകും. സാക്കുറയുടെ ആ ഒരു ചവിട്ട് സസോരി പപ്പറ്റ് ഫോമിലല്ലാതെ ഹ്യൂമൻ ഫോമിലാണ് വാങ്ങിച്ചതെങ്കിൽ അവന്റെ ഗതി അധോഗതിയായി പോയേനെ. ക്യാപ്റ്റൻ യാമത്തോയുടെ ലീഡർഷിപ്പിൽ സാക്കുറ, നറൂട്ടോ ആൻഡ് സായ് 3 പേരും കൂടി സാസ്കയെ റെസ്ക്യൂ ചെയ്യാനുള്ള മിഷനിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ യാമത്തോ സസോരിയുടെ വേഷത്തിൽ പോയി ഒറോച്ചിമാറുവിന്റെ കൂടെയുള്ള സസോരിയുടെ സ്പൈ ആരാണെന്ന് കണ്ടുപിടിച്ച് അവൻ മൂലം സാസ്കെ എവിടെയാണെന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി പോകും. സോ അങ്ങനെ ഒടുവിൽ സസോരിയുടെ സ്പൈയും സസോരിയുടെ വേഷത്തിൽ അവിടേക്ക് വന്ന നമ്മുടെ ക്യാപ്റ്റൻ യാമത്തോയും കൂടി ടെൻജി ബ്രിഡ്ജിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. സോ അപ്പോഴാണ് ആ ഒരു സ്പൈ ആരാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഒറോച്ചിമാറുവിന്റെ റൈറ്റ് ഹാൻഡ് മാനായ കാബൂട്ടോയാണ്. ഇവനാണോ സസോരിയുടെ സ്പൈ? അപ്പോൾ ഇവൻ ഒറോച്ചിമാറുവിനെ ചതിക്കുവാണോ എന്നൊക്കെ ചിന്തിച്ച് എല്ലാവരും തലപുകഞ്ഞിരിക്കുമ്പോഴാണ് ഉടനെ കാബൂട്ടോയുടെ കൂടെ നമ്മുടെ ഒറോച്ചിമാറു അണ്ണനും അവിടേക്ക് വരുന്നത്. അപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാവുന്നത്, അതായത് ഇതൊരു ട്രാപ്പ് ആണെന്ന്. സോ നമ്മുടെ സസോരി പണ്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് കാബൂട്ടോയുടെ മൈൻഡ് കൺട്രോൾ ചെയ്താണ് പല പ്രധാനപ്പെട്ട വിവരങ്ങളും കാബൂട്ടോ വഴി ചോർത്തിക്കൊണ്ടിരുന്നത്. ബട്ട് അത് കുറച്ച് നാളുകൾക്കകം തന്നെ നമ്മുടെ ഒറോച്ചിമാറു അണ്ണൻ അത് കണ്ടുപിടിച്ചത് കൂടാതെ സസോരി കാബൂട്ടോയെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ജുട്സു തന്നെ റിലീസ് ചെയ്ത് കളയും. സോ അതൊന്നും തന്നെ അറിയാതെയാണ് നമ്മുടെ ക്യാപ്റ്റൻ യാമത്തോ സസോരിയുടെ വേഷത്തിൽ വന്ന് ഇവിടെ ട്രാപ്പ് ആയത്. ആക്ച്വലി ഒറോച്ചിമാറുവിന്റെ ഈ ഒരു ട്രാപ്പില് സസോരിയാണ് വീഴേണ്ടത്. ബിക്കോസ് സസോരി സാക്കുറയുടെ കൈകൊണ്ട് മരണപ്പെട്ട വിവരം ഒന്നും തന്നെ ഒറോച്ചിമാറുവിന് അറിയില്ല. സോ സാസോരിക്ക് പകരമാണ് സാസോരിയുടെ വേഷത്തിൽ വന്ന നമ്മുടെ ക്യാപ്റ്റൻ യാമത്തോ ഈ ട്രാപ്പിൽ വീഴുന്നത്. സോ നമ്മുടെ യാമത്തോ ഒറോച്ചിമാറുവിന്റെ ട്രാപ്പിൽ താൻ ലോക്കായി എന്ന് തിരിച്ചറിഞ്ഞ മൊമെന്റിൽ തന്നെ പുള്ളി ഒരു സിഗ്നൽ കൊടുക്കും. സോ ക്യാപ്റ്റൻ യാമത്തോയുടെ ആ ഒരു സിഗ്നൽ കണ്ട നമ്മുടെ നറൂട്ടോയും ഗ്യാങ്ങും നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ കളത്തിലേക്ക് എൻ്റർ ആകും. സോ സാസ്കെ ലീഫ് വില്ലേജ് വിട്ട് പോകുന്നതിനും തേർഡ് ഹൊക്കാഗെയുടെ ഡെത്തിനും എല്ലാം കാരണക്കാരനായ ഒറോച്ചിമാറു തന്നെ ഇപ്പോൾ തന്റെ കൺമുന്നിൽ നിൽക്കുന്നത് കണ്ട നറൂട്ടോ ദേഷ്യത്തിൽ പൊട്ടിത്തെറിക്കുകയാണ്. അവന്റെ ദേഷ്യം കൂടും തോറും അവൻ വയലന്റ് ആവുകയും പതിയെ ബോധം നഷ്ടമാവുകയും അതിലൂടെ അവന്റെ ഉള്ളിലെ കുറാമ നറൂട്ടോയെ കൺട്രോളിൽ എടുക്കുകയും ചെയ്യുവാണ്. ഓൾറെഡി ദേഷ്യത്തിന്റെ പീക്കിൽ നിന്ന് നമ്മുടെ നറൂട്ടോ ഒറോച്ചിമാറുവിനെ നോക്കി മര്യാദയ്ക്ക് സാസ്കെ എനിക്ക് തിരികെ തന്നേക്ക്, ഇല്ലെങ്കിലുണ്ടല്ലോ എന്നൊരു വാണിംഗ് കൊടുക്കുവാണ്. സോ അത് കേട്ട് നമ്മുടെ ഒറോച്ചിമാറു ചിരിച്ചോണ്ട് നീ ആരടാ പൊടിച്ചെറുക്ക, അവനൊന്നും അങ്ങനെ തിരിച്ചു തരാൻ സാധിക്കില്ല എന്ന് പുച്ഛത്തോടെ നറൂട്ടോയോട് പറഞ്ഞ ശേഷം ഒറോച്ചിമാറുവും കാബൂട്ടോയും കൂടി നറൂട്ടോയെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. പക്ഷെ ഈ ചിരിക്കുന്ന മണ്ടന്മാർ ഓർത്തില്ല, അതായത് ആ വാണിംഗ് കൊടുത്തത് നറൂട്ടോ ആയിരിക്കാം, പക്ഷെ അതിന് പ്രതികരിക്കാൻ പോകുന്നത് അവനല്ല, അവന്റെ ഉള്ളിലെ ബീസ്റ്റ് ആയിരിക്കുമെന്ന്. അതറിയാതെയാണ് ആ മണ്ടന്മാർ അവിടെ ചിരിച്ചോണ്ട് നിൽക്കുന്നത്. സോ ഇത് കണ്ട് ദേഷ്യത്തിന്റെ പീക്കിലേക്ക് പോയ നമ്മുടെ നറൂട്ടോയുടെ ബോഡിയിൽ നിന്നും 9 ടൈൽസിന്റെ ചക്ര പതിയെ അൺലീഷ് ആവാൻ തുടങ്ങുകയാണ്. ബട്ട് നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ആ ബ്രിഡ്ജ് അടിച്ച് പൊളന്നത് കൂടാതെ കാറ്റിന്റെ വേഗതയെ തന്നെ കീറി മുറിച്ച് ചാടി വന്ന ഒറോച്ചിമാറുവിന്റെ കരണക്കുറ്റിക്ക് തന്നെ നമ്മുടെ നറൂട്ടോ ഒരു ഇടി ഇടിക്കും. ഇടി കൊണ്ട ഫോഴ്സില് കാടിന്റെ എഡ്ജിൽ ചിരിച്ചോണ്ട് നിന്ന ലെജൻഡറി സാനിൻ ആ കാടിന്റെ സെന്ററിൽ വരെ ഓരോ മരങ്ങളെയും പൊളന്നു പോയി ലാൻഡ് ആകും. അതിനുശേഷം നറൂട്ടോയുടെ ബോധം പൂർണ്ണമായി നഷ്ടമാവുകയും ഫുൾ കൺട്രോൾ കുറാമ എടുക്കുകയും തുടർന്ന് ഓരോ ടൈൽസ് ആയി പുറത്തു വരികയും ചെയ്യുവാണ്. ബട്ട് ആക്ച്വലി ഒറോച്ചിമാറുവിന്റെ കരണം അടിച്ച് പൊളിച്ചതൊന്നും
നമുക്ക് അത്രയും സാറ്റിസ്ഫൈയിങ് അല്ല. പകരം അതിനേക്കാൾ സാറ്റിസ്ഫൈയിങ് അത്രയും നേരം അവിടെ ഒറോച്ചിമാറുവിന്റെ കൂടെ ചിരിച്ചോണ്ട് പട്ടി ഷോ കാണിച്ചു നിന്ന നമ്മുടെ കാബൂട്ടോയുടെ ദേഹത്ത് നറൂട്ടോ കൈ പോലും വെക്കാതെ ജസ്റ്റ് വെറും ചക്ര റിലീസിംഗിൽ തന്നെ അവനെ പറപ്പിക്കും. ഫുള്ളി സാറ്റിസ്ഫൈയിങ് സീൻ ആയിരുന്നു അത്. ജസ്റ്റ് ഒരു ചക്ര റിലീസിംഗിൽ തന്നെ കാബൂട്ടോ അപ്പുറത്തെ വിളയിൽ പോയി കിടക്കും. മെഡിക്കൽ നിഞ്ചയായ കാബൂട്ടോയ്ക്ക് തന്നെ ഇപ്പോ മറ്റൊരു മെഡിക്കൽ നിഞ്ചയുടെ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരും. നറൂട്ടോ സീരീസിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഓറ ഫാമിംഗ് സീൻ ഓർ ദ മോസ്റ്റ് കോൾഡസ്റ്റ് സീൻ, അങ്ങനെ ഏത് പേരിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സീനിനെ വിളിക്കാൻ സാധിക്കും. ആ ഒരു സീനിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോ പറയാൻ പോകുന്നത്. സോ നമ്മുടെ സാസ്കയുടെ ജീവിത ലക്ഷ്യം തന്നെ അവന്റെ ക്ലാനിനെയും അവന്റെ അച്ഛനെയും അമ്മയും എല്ലാവരെയും കൊന്ന് തന്റെ സ്വന്തം ചേട്ടനായ ഇറ്റാച്ചിയെ കൊന്ന് റിവെഞ്ച് എടുക്കുക എന്നതാണ്. സോ അതിനുവേണ്ടി ചെറുപ്പം മുതൽ നമ്മുടെ സാസ്കെ രാവെന്നും പകലൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുക്കുമായിരുന്നു. ബിക്കോസ് ഇറ്റാച്ചിയെ അങ്ങനെ ഈസി ആയിട്ട് ഒരുത്തനും അങ്ങനെ തൊടാൻ സാധിക്കില്ല. ആ ഒരു കാര്യം സാസ്കേക്കും അറിയാം. ലീഫ് വില്ലേജ് ഉപേക്ഷിച്ച് ഒറോച്ചിമാറുവിനോടൊപ്പം സാസ്കെ പോകാൻ കാരണം തന്നെ തനിക്ക് ശക്തിശാലിയാകണം, തന്റെ ചേട്ടനെ കൊല്ലണമെന്ന ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. സോ അങ്ങനെ ഒറോച്ചിമാറുവിനോടൊപ്പമുള്ള ഭയങ്കര തീവ്രമായ ട്രെയിനിങ്ങിന് ശേഷം ഒടുവിൽ ആ ഒരു ദിവസവും വരികയാണ്. നറൂട്ടോ ഷിപ്ഡൻ കണ്ട ഏതൊരാൾക്കും മനസ്സിലാകും നമ്മുടെ ഇറ്റാച്ചി ആരാണെന്നും അവൻ എങ്ങനത്തെ ടൈപ്പ് ആളാണെന്നും. സോ നമ്മുടെ സാസ്കെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഓക്കെ, ഞാനിപ്പോൾ ഇറ്റാച്ചിയേക്കാൾ ശക്തിശാലിയായി, എനിക്കിനി അവനെ ഈസിയായി തോൽപ്പിക്കാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഇറ്റാച്ചിയുടെ സ്ഥലമായ ഉച്ചിഹ ക്ലാനിന്റെ ഹൈഡ് ഔട്ട് പ്ലേസിലേക്ക് വരും. അങ്ങനെ സാസ്കെ വന്ന് ഇറ്റാച്ചിയുടെ മുന്നിൽ ധൈര്യത്തോടെ നിവർന്ന് നിന്നത് കൂടാതെ ഇന്ന് നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും എന്ന് ഇറ്റാച്ചിയുടെ മുഖത്ത് നോക്കി തന്നെ സാസ്കെ പറയും. സോ അത് കേട്ട നമ്മുടെ ഇറ്റാച്ചി, ഓ അപ്പൊ എന്നെ എതിർത്ത് നിൽക്കാനും മാത്രം നീ ശക്തിശാലിയായോ, എന്നാ അതൊന്ന് നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞ് സാസ്കെ എത്രത്തോളം ശക്തിശാലിയായി എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മുടെ ഇറ്റാച്ചി സാസ്കെയോടൊപ്പം ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. സോ ഇത്രയും വർഷം ഒറോച്ചിമാറുവിന്റെ കൂടെ സാസ്കെ ട്രെയിനിങ് ചെയ്തതിന്റെ എല്ലാ റിസൾട്ടും നമുക്ക് ആ ഒരു ഫൈറ്റിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. പണ്ട് ഇറ്റാച്ചിയുടെ ഒരിടിക്ക് ഉറങ്ങുന്ന സാസ്കെ തന്നെ ഇന്ന് ഇറ്റാച്ചിക്ക് ഈക്വലായ സ്പീഡും സ്ട്രെങ്തും യൂസ് ചെയ്ത് ഇറ്റാച്ചിയെ അറ്റാക്ക് ചെയ്യുവാണ്. സോ അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞ് സാസ്കെ ചിഡോരി യൂസ് ചെയ്ത് ഇറ്റാച്ചിയെ അറ്റാക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഇറ്റാച്ചി അതിൽ നിന്ന് എസ്കേപ്പ് ആയി മുകളിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ് സീലിംഗിൽ നമ്മുടെ സാസ്കെ ഇരിക്കുന്നത് കാണുന്നത്. അവൻ അവിടെ ഇരിക്കുന്നത് വ്യക്തമായി കാണുന്നതിന് മുമ്പ് തന്നെ സാസ്കെ അവന്റെ കട്ടാന എടുത്ത് ഇറ്റാച്ചിയുടെ വയറ്റിൽ തന്നെ കയറ്റും. ആ ഒരു സീൻ കണ്ട് ഒരു നിമിഷം നമ്മൾ തന്നെ ഷോക്കായി നിൽക്കും. ബിക്കോസ് എന്തോന്നാടാ ഇത്, ഇത്ര ഈസി ആയിട്ട് ഇറ്റാച്ചിയെ സാസ്കെ ഡിഫീറ്റ് ചെയ്തല്ലോ, അപ്പോൾ ഇറ്റാച്ചിയേക്കാൾ സാസ്കെ ശക്തിശാലി ആയോ എന്നൊക്കെ നമ്മൾ എല്ലാവരും ചിന്തിക്കും. ബിക്കോസ് ഫൈറ്റ് തുടങ്ങി വെറും കുറച്ച് നേരങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ഫൈറ്റ് അവസാനിക്കും. അത്രയും ഈസി ആയിട്ടാണ് സാസ്കെ ഇറ്റാച്ചിയെ ഡിഫീറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി സാസ്കെയെ നോക്കി, നീ ഇപ്പോൾ മുമ്പത്തതിനേക്കാൾ ശക്തിശാലിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റാച്ചി പണ്ട് ചെറുപ്പത്തിൽ സാസ്കെയുടെ നെറ്റിയിൽ വിരൽ വെച്ച് പിഞ്ച് ചെയ്യുന്ന പോലെ ഞാനിപ്പോൾ മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എൻ്റെ അനിയനെ അവസാനമായി ഒരിക്കൽ കൂടി പിഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറ്റാച്ചി കൈ വിറച്ചുകൊണ്ട് സാസ്കെയുടെ നെറ്റിയുടെ നേരെ കൊണ്ടുവരും. പക്ഷെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ആ ഒരു വിരല് ഒരു തിരി അങ്ങ് തിരിക്കും. അതായത് ഇനി നീ ഒന്ന് അങ്ങോട്ട് നോക്കുമോനെ എന്ന രീതിയിൽ ഒരു സൈൻ കാണിക്കും. സോ അതിന് മാത്രം അവിടെ എന്താണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സാസ്കെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ ഉച്ചിഹ ക്ലാനിന്റെ ത്രോണില് കാലും കയറ്റി ബാഡാസ് ആയിട്ട് നമ്മുടെ ഇറ്റാച്ചി ഇരിക്കുന്നത് കാണുന്നത്. എന്റെ മോനെ, നറൂട്ടോ സീരീസിലെ തന്നെ ഇൻഫിനിറ്റ് ഓറ സീൻ, ഗോഡ്ലി ഓറ സീൻ ഏതാന്ന് ചോദിച്ചാ ഇതാണ് ആ സീൻ. ഇത്രയും നേരം നീ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് തോപ്പിച്ചത് എന്റെ ക്ലോണിനെ ആയിരുന്നടാ എന്ന് പറയാതെ പറയുന്ന രീതിയിൽ ഒരു പോസിൽ അവൻ ആ ത്രോണിൽ ഇരിക്കും. സാസ്കെ തന്നെ അവന്റെ ആ ഒരു ഇരുത്തം കണ്ട് കിളി പാറിയിരിക്കും. ബിക്കോസ് ആ ഒരു സീനിന്റെ ഓറ തന്നെ ഒന്ന് വേറെയാണ്. പിന്നെ ചുമ്മാതാണോടാ അവനെ ഗോഡ് ഓഫ് ഗെൻജുട്സു എന്ന് വിളിക്കുന്നേ. ഒട്ടുമൊത്ത ലീഫ് വില്ലേജിനെ തന്നെ വെറും ഒരു സെക്കൻഡ് കൊണ്ട് മരുഭൂമി പോലെ ആക്കിയവനാണ് പെയിൻ. പെയിനിന്റെ ശക്തിയെക്കുറിച്ച് ഞാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ലിറ്ററലി ഗോഡ് ലെവൽ പവേഴ്സ് അറ്റൈൻ ചെയ്ത ആളുകളാണ് ഈ പെയിൻ. ലീഫ് വില്ലേജിലെ തന്നെ പല വലിയ എലൈറ്റ് ലെവൽ ഷിനോബീസ് വിചാരിച്ചിട്ട് പോലും അവർക്കാർക്കും തന്നെ അവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബിക്കോസ് അത്രമാത്രം പവർഫുൾ ആണ് പെയിൻ. സോ ഇത്രയും പവർഫുൾ ആയ ഗോഡ് ലെവൽ ഓറാസ് ഉള്ള ഈ 6 പെയിനുകളെയും ഒരുത്തൻ ഒറ്റയ്ക്ക് വന്ന് എതിർത്ത് നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ് ഗൈസ്,
എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ KGF മൂവിയിലെ ഒരു ഐക്കോണിക് ഡയലോഗ് കടമെടുക്കുവാണെങ്കിൽ, വേട്ടക്കാരെ പിടിക്കാൻ വന്ന മഹാവേട്ടക്കാരൻ അയാളാണ് നമ്മുടെ മോസ്റ്റ് പവർഫുൾ ലെജൻഡറി സാനിൻ മാസ്റ്റർ ജിറായ. അപ്പോൾ നിങ്ങൾ പറയും, ഡേ എന്തോന്നടേ ഈ പൊട്ടത്തരോടെ ഈ വിളിച്ചു പറയുന്നത്, അതിന് ജിറായ ഫൈറ്റ് ചെയ്ത് ജയിച്ചില്ലല്ലേ? ബട്ട് നമ്മുടെ നറൂട്ടോ ഒറ്റയ്ക്ക് ഇന്ന് അവരുടെ കൂടെ എല്ലാം ഫൈറ്റ് ചെയ്തത് കൂടാതെ മൊത്തം പെയിനിനെയും ഡിഫീറ്റ് ചെയ്തില്ലേ എന്ന്. ആക്ച്വലി അവിടെ പെയിനിന്റെ പവേഴ്സിനെ കുറിച്ച് ജിറായ നറൂട്ടോയ്ക്ക് ഇൻഫർമേഷൻ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ നറൂട്ടോയെ കൊണ്ടുപോലും പെയിനിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ബിക്കോസ് പെയിൻ ആര്, എവിടെയുള്ള ആള്, അവരെത്ര പേര് എന്നൊന്നും തന്നെ ജിറായ ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് മുൻപ് വരെ ഒരുത്തനും അറിയില്ലായിരുന്നു. ബട്ട് നമ്മുടെ ആശാൻ പെയിനിനെ കുറിച്ച് ഒരറിവും ഇല്ലായിരുന്നിട്ട് കൂടി അങ്ങനെ ആർക്കും ഈസിയായി കയറി പറ്റാൻ സാധിക്കാത്ത പെയിനിന്റെ കോട്ടയായ റെയിൻ വില്ലേജിലേക്ക് തന്നെ ഒറ്റയ്ക്ക് വരും. അക്കാഡ്സ്കിയെ പോലൊരു വേൾഡ് ലെവൽ ത്രെറ്റായ ടീമിന്റെ ലീഡറിനെ തന്നെ ഒരാളുടെയും ഹെൽപ്പ് ഇല്ലാതെ ഒറ്റയ്ക്ക് അടിക്കാൻ വന്നില്ലേ? അതാണടാ മാസ്. അവിടെ ജയിച്ചെന്നോ തോറ്റെന്നോ ഒന്നും നോക്കണ്ട, അതൊക്കെ വേറെ വിഷയം. അവസാനം വരെ നിന്നോ ഇല്ലയോ എന്നതിലാണ് കാര്യം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ഗൈസ്. സ്വയം ദൈവമാണെന്ന് പറഞ്ഞു നടക്കുന്ന എക്സ്ട്രീം ഗോഡ് ലെവൽ സ്ട്രെങ്ത് ഉള്ള ആറവന്മാര് ടീമായിട്ട് നിന്നത് ഒരുത്തനെ അടിക്കാനാ, മാസ്റ്റർ ജിറായെ അടിക്കാനാ. അപ്പൊ ആ മുതലിന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കേ ഗൈസ്. എന്തിനേറെ പറയുന്നു, പെയിനുമായിട്ട് നടന്ന ഫൈറ്റിൽ നമ്മുടെ കക്കാഷി വരെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത്, ഞങ്ങൾ ഇത്രയും പേര് ശ്രമിച്ചിട്ട് പോലും അവരിൽ ഒരുത്തനെ പോലും ഞങ്ങൾക്ക് വീഴ്ത്താൻ സാധിച്ചില്ലല്ലോ, പിന്നെ ആ മനുഷ്യൻ എങ്ങനെയാടാ ഒറ്റയ്ക്ക് നിന്ന് ഈ 6 പേരുടെയും കൂടെ ഫൈറ്റ് ചെയ്തതെന്ന്. സോ പെയിനിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ച ശേഷം ഇവരെ ചുമ്മാ അടിച്ചിട്ട് കാര്യമില്ല, അടിക്കുവാണെങ്കിൽ കൊലയടി അടിക്കണമെന്ന് പറഞ്ഞ് ആശാൻ സേജ് മോഡ് ആക്ടിവേറ്റ് ചെയ്യും. ബട്ട് നമ്മുടെ ജിറായയുടെ സേജ് മോഡ് ഒരു ഇൻകംപ്ലീറ്റഡ് സേജ് മോഡാണ്. സോ അതുകൊണ്ട് അത് ഫുള്ളി അൺലീഷ് ചെയ്യാനും കുറച്ചധികം സമയമെടുക്കും. സോ ഈ സമയം നോക്കി ഇതാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പെയിൻ അവന്റെ സമണിങ് അനിമൽസിനെ എല്ലാം ഇറക്കി വിടും. അങ്ങനെ അതിൽ നിന്നെല്ലാം എങ്ങനെയൊക്കെയോ ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെട്ട ശേഷം ഫൈനലി സേജ് മോഡ് കംപ്ലീറ്റ് ചെയ്ത് ആ ടണലിന്റെ ഉള്ളിൽ നിന്ന് അണ്ണന്റെ ഒരു വരവുണ്ട്. എന്റെ മോനെ, അങ്ങേരുടെ നിഴല് കാണുമ്പോൾ തന്നെ രോമാഞ്ചമാണ്. ജസ്റ്റ് ഒരു നടത്തം മാത്രമാണ് അതിലുള്ളത്, വേറെ ഒന്നുമില്ല. വേറെ ഡയലോഗ്സ് ഇല്ല, എലിവേഷൻ സീൻസ് ഇല്ല. ബട്ട് ആ ഒരു നടത്തം തന്നെ പീക്ക് ലെവൽ ഓറയായിരുന്നു. പിന്നെ അതിനുശേഷം എന്താ നടന്നതെന്ന് ഞാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഫുൾ സേജ് മോഡും ആക്ടിവേറ്റ് ചെയ്ത് വന്ന് എല്ലാ പെയിനിനെയും എടുത്തിട്ട് ഇഞ്ചി കുത്തു അണ്ണൻ. ഓരോ അടിയിലും അവന്മാര് ചെതറും. അടുത്തൊരു 10 മിനിറ്റത്തേക്ക് നീയൊക്കെ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നടാ ഞാനെന്ന ലെവലില് ആശാൻ ശിഷ്യന്മാരെയൊക്കെ എടുത്തിട്ട് ചവിട്ടി കൂട്ടും. ലിറ്ററലി എല്ലാണത്തിന്റെയും കഥ അവിടെ തന്നെ കഴിഞ്ഞേനെ. ജസ്റ്റ് മിസ്സിനാണ് എല്ലാണോ രക്ഷപ്പെടുന്നത്. അങ്ങനെ എങ്ങാണോ സംഭവിച്ചിരുന്നെങ്കിൽ പെയിൻ ആർക്കെന്ന ആർക്ക് പോലും നറൂട്ടോയിൽ വരില്ലായിരുന്നു. പിന്നെ ചുമ്മാതാണോടാ ആ മനുഷ്യനെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിളിക്കുന്നത്? നോർമലി നമ്മളൊരു ആനിമേ സീരീസ് എടുത്തു നോക്കുവാണെങ്കിൽ അതിലെ ആർക്കുകളിൽ ഗൂസ് ബംസ് വരുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഗൂസ് ബംസെ ആർക്കായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മുടെ നറൂട്ടോ ഷിപ്ഡനിലെ പെയിൻ ആർക്ക്. ഈ ഒരു ആർക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ആർക്കിൽ ഗൂസ് ബംസ് ഇല്ല, പകരം ഗൂസ് ബംസിലാണ് ആർക്കേ ഇരിക്കുന്നത്. സോ അതിലെ വെരി ഫസ്റ്റ് ഗൂസ് ബം മൊമെന്റ് ആണ് ഞാൻ ഇപ്പോ പറയാൻ പോകുന്നത്. സോ നമ്മുടെ പെയിൻ എല്ലാവരും കൂടി ഫൈനലി ജിൻചുരുക്കി ആയ നറൂട്ടോയെ തേടി ലീഫ് വില്ലേജിലേക്ക് തന്നെ വരും. അതും നോർമലായിട്ടൊന്നും അവന്മാർ അങ്ങോട്ട് വരുമ്പോൾ തന്നെ ബ്ലാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. സോ ആ ഒരു ബ്ലാസ്റ്റിൽ മുറിവേറ്റ ഒരു ഷിനോബിക്ക് നമ്മുടെ ഇറുക്ക സെൻസെ ഹെൽപ്പ് ചെയ്യാനായി പോകും. അപ്പോൾ കറക്റ്റ് ആയിട്ട് അവിടേക്ക് പെയിനുകളിൽ തന്നെ മെയിൻ ആയ യാഹിക്കോ പെയിൻ അവിടേക്ക് വരും. വന്നിട്ട് ഇറുക്ക സെൻസയെ നോക്കി, മര്യാദയ്ക്ക് 9 ടേൽസ് ജിൻചുരുക്കി എവിടെയാണെന്ന് പറ എന്ന് പറയും. സോ അത് കേട്ട നമ്മുടെ ഇറുക്ക സെൻസെ, ഓ അപ്പോൾ ഇവന്മാര് നറൂട്ടോയെ തേടിയാണല്ലേ ഇവിടേക്ക് വന്നത്, എന്ത് വന്നാലും ഇവന്മാർക്ക് അവനെ കിട്ടാൻ പാടില്ല എന്ന് വിചാരിച്ച് ഇറുക്ക സെൻസെ ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കും. നീ മര്യാദയ്ക്ക് പറയുന്നോ അതോ എന്ന് പറഞ്ഞ് പെയിൻ അവന്റെ ബ്ലാക്ക് റോഡ് സോഡ് യൂസ് ചെയ്ത് ഇറുക്ക സെൻസയെ കുത്തിക്കൊല്ലാനായി പാഞ്ഞു വരും. അപ്പോ കറക്റ്റ് ടൈമിൽ ഒരു കൈ വന്ന് ആ റോഡിനെ പിടിച്ച് തടുത്തു നിർത്തും. എന്റെ മോനെ, ആരടാ അത്? പെയിനിനെ തടയാൻ ആർക്കാടാ ധൈര്യം എന്ന് നമ്മളെല്ലാവരും ആലോചിച്ച് ഷോക്കായി ാണ് നമ്മുടെ കോപ്പി നിഞ്ച കക്കാഷി ഹട്ടാകെ കാണിക്കുന്നത്. മനുഷ്യൻ നൈസായിട്ട് വന്ന് പെയിനിന്റെ റോഡിനെ തന്നെ പിടിച്ച് തടഞ്ഞിട്ട് പെയിനിന്റെ കണ്ണിന് നേരെ നോക്കി ധൈര്യത്തോടെ നിവർന്നൊരു നിപ്പുണ്ട്, ഒരു നോട്ടമുണ്ട്. അതായത് ഞങ്ങളുടെ ഏരിയ കയറി നീ ഞങ്ങളുടെ ദേഹത്ത് തന്നെ കൈവയ്ക്കുന്നോടാ എന്ന ആറ്റിറ്റ്യൂഡിലായിരുന്നു പുള്ളിയുടെ ആ ഒരു നോട്ടം. സോ കക്കാഷി അങ്ങനെ ആ റോഡിനെ ബ്രോക്ക് ചെയ്ത ശേഷം പെയിനും നമ്മുടെ കക്കാഷിയും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടക്കും. പെയിനിന്റെ ഇൻകംപയറബിൾ സ്പീഡിനെ തന്നെ ഈക്വൽ ചെയ്ത് കക്കാഷി
ചിഡോരി എടുത്ത് പെയിനിന്റെ നെഞ്ചത്തിറക്കാൻ നോക്കും. ബട്ട് നമ്മുടെ പെയിൻ അവന്റെ റെനഗാൻ യൂസ് ചെയ്ത് കക്കാഷിയുടെ ചിഡോരിയെ റിപ്പൾസ് ചെയ്ത് കളയാൻ നോക്കും. ബട്ട് എന്നിട്ട് പോലും നമ്മുടെ കക്കാഷി പെയിനിന്റെ ആ ഒരു പവറിനെയും ഓവർകം ചെയ്ത് ആ ചിഡോരി കൊണ്ട് ചെന്ന് അടിക്കും. ബട്ട് ജസ്റ്റ് മിസ്സിന് പെയിൻ അതിൽ നിന്ന് മിസ്സാകും. അങ്ങനെ മിസ്സായ ശേഷം പെയിൻ കക്കാഷിയെ നോക്കി, ഓ അപ്പോൾ അത് നീ ആയിരുന്നല്ലേ കോപ്പി നിഞ്ച കക്കാഷി ഹട്ടാക്കെ, ഐ ആം ഹോണർഡ് ടു മീറ്റ് യു എന്നൊരു ഡയലോഗ് പറയും. ആ ഒരൊറ്റ ഡയലോഗ് മതി ആ മനുഷ്യന്റെ റേഞ്ച് എന്താണെന്ന് അറിയാൻ. ഒരു ഗോഡ് ലെവൽ പവറുള്ള ഒരുത്തൻ തന്നെ കക്കാഷി നിങ്ങളെ മീറ്റ് ചെയ്തതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ ആ മനുഷ്യൻ അങ്ങേരുടെ പാസ്റ്റിൽ എന്തൊക്കെ പരിപാടി ചെയ്ത് കാണുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക് ഗൈസ്. അപ്പോൾ മനസ്സിലാകും കക്കാഷി ആരാണെന്ന്. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടോപ്പ് 5 ഗൂസ്ബംപ് മൊമെന്റ്സ് ഇൻ നറൂട്ടോന്റെ 3rd പാർട്ട്. ഈ ഒരു പാർട്ടിൽ നമ്മൾ പെയിൻ ആർക്കിൽ നടന്ന ജസ്റ്റ് ഒരേ ഒരു ഇൻസിഡന്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി മുഴുവൻ ഗൂസ്ബംപ് മൊമെന്റ്സും നമ്മൾ 4th പാർട്ടിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മിക്കവാറും 4th പാർട്ട് മുഴുവനും പെയിൻ ആർക്കായിരിക്കും. കാരണം അതിലെ ഗൂസ്ബംപ് മൊമെന്റ്സ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ആർക്കിൽ ഗൂസ്ബംപ്സ് വരുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഗൂസ്ബംപ്സിന് വേണ്ടി ഒരു ആർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതാണ് പെയിൻ ആർക്ക്. സോ ജസ്റ്റ് കീപ് വെയിറ്റിംഗ് ഫോർ ദ 4th പാർട്ട്. ബട്ട് 4th പാർട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ വേറെ കുറച്ച് വീഡിയോസും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് നറൂട്ടോയ്ക്ക് മാത്രം ഈ സപ്പോർട്ട് തരാതെ എൻ്റെ ബാക്കിയുള്ള കണ്ടന്റ്സിന് കൂടി സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരം. അല്ലാതെ നിങ്ങൾ ഞാനിടുന്ന നറൂട്ടോ വീഡിയോസ് അല്ലെങ്കിൽ ഗൂസ്ബംപ് മൊമെന്റ്സ് വീഡിയോസിന് മാത്രം ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ ബാക്കിയുള്ള വീഡിയോസിനൊന്നും ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് അധിക കാലമൊന്നും ഈ ചാനൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ബിക്കോസ് നമ്മൾ സ്ഥിരം ഒരേ സാധനം തന്നെ റിപ്പീറ്റ് അടിച്ച് ചെയ്തുകൊണ്ടേ ഇരുന്ന കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും, ചെയ്യുന്ന എനിക്കും ബോറടിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ? സോ അതുകൊണ്ട് എൻ്റെ ബാക്കിയുള്ള കണ്ടന്റ്സിനും കൂടി നിങ്ങൾ ഈ സപ്പോർട്ട് തന്ന വലിയ ഉപകാരം. സോ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഓസം വീഡിയോസുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സെലിബ്രേറ്റ് ഗൈസ്.